എല്ലാ കേൾവിക്കാർക്കും ആരാധ്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. മനുഷ്യൻ തൻ്റെ തകർച്ചയിൽ സ്തംഭിതരായി നിൽക്കുമ്പോൾ, പ്രത്യാശയില്ലാതെ അലയുമ്പോൾ, ഇതാ ഒരു സവിശേഷ വാർത്ത. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പാസ്റ്റർ ഷാജി സാമുവേൽ ജോസ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ജീവിതം ഒരു യുദ്ധക്കളമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് അനേകം യുദ്ധങ്ങൾ നേരിടേണ്ടി വരും. യുദ്ധങ്ങൾ പലതരത്തിലും കടന്നു വരാം. അനേകം പ്രതിസന്ധികളും ജീവിതത്തെ ആടി ഉലയ്ക്കാം. രോഗങ്ങൾ നമ്മെ ക്ഷീണിപ്പിക്കാം. സാമ്പത്തികമായ പ്രതിസന്ധികളാൽ നാം തളർന്നു പോകാം. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും ധാരാളം കൈപ്പേറിയ അനുഭവങ്ങളും വേദനകളും വന്നു ചേരാം. ജീവിതഭാരങ്ങളിൽ തളർന്നു പോകുമ്പോൾ നാം ഉറച്ചു പറയേണ്ട ഒരു വാക്യമാണ്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഈ വചനം പറഞ്ഞത് ദൈവം തന്നെയാണ്. ഇത് പറഞ്ഞത് അബ്രഹാമിനോടാണ്. സ്വന്തം ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ യഹോവ കൽപ്പിച്ചപ്പോൾ എല്ലാം വിട്ടിറങ്ങി തിരിച്ചവനാണ് അബ്രഹാം. അങ്ങനെ യാത്ര ചെയ്ത അബ്രഹാം സാറയും മമ്രയുടെ തോപ്പിൽ കൂടാരമടിച്ച് താമസിച്ചു. അബ്രഹാം എവിടെയൊക്കെ കൂടാരമടിച്ചോ അവിടെയൊക്കെയും യഹോവയ്ക്ക് യാഗപീഠം ഒരുക്കി യാഗം കഴിച്ചു. യാഗപീഠം കർത്താവാണ്, പ്രാർത്ഥനയാണ്, ഇത് ആരാധനയാണ്. അബ്രഹാം കർത്താവിനോട് കൂടെ വസിച്ചു. നമ്മുടെ വാസം കൂടാരത്തിലായാലും മണിമാളികയിലായാലും ഇവയൊക്കെ വിട്ട് നാം പോകേണ്ടി വരും. ആ ഓർമ്മയിൽ വേണം നാം ജീവിക്കുവാൻ. എന്നാൽ ഈ കൂടാരം വിട്ടാലും നമുക്കൊരു നിത്യ നഗരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്ത് യാഗം കഴിച്ച് ദൈവസാന്നിധ്യത്തോടെ ജീവിച്ചു. മമ്രയുടെ തോപ്പിൽ അതിഥികളായി എത്തിയ 3 പുരുഷന്മാരെ അബ്രഹാം ഓടിച്ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ച് അവരെ സ്വീകരിച്ചു. 3 ഇടങ്ങഴി മാവ് കുഴച്ച് അപ്പമുണ്ടാക്കുവാൻ അബ്രഹാം ഭാര്യ സാറയോട് പറഞ്ഞു. മാത്രമല്ല, നല്ലതും ഇളയതുമായ പശുവിനെ പിടിച്ചു കൊടുത്ത് അതിനെ പാകം ചെയ്യുവാനും പറഞ്ഞു. ദീർഘകാലങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത 99 വയസ്സായ അബ്രഹാമിനെയും ഏകദേശം 89 വയസ്സുള്ള സാറയെയും യഹോവ അനുഗ്രഹിച്ചു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് അവർ പറഞ്ഞു. ഇത് കേട്ട് സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അവൾ പുറമേ ചിരിച്ചില്ല എങ്കിലും സകലവും അറിയുന്ന ദൈവം അവളുടെ ഉള്ള് മനസ്സിലാക്കി ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ഇസ്രായേൽ മക്കളെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ സർവശക്തനായ ദൈവത്തിനല്ലാതെ മറ്റാർക്ക് കഴിയും? ലക്ഷക്കണക്കിന് ഇസ്രായേലിയരെ ഒരാൾ പോലും നഷ്ടപ്പെടാതെ ചെങ്കടൽ കടത്തി അക്കരെ എത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിനല്ലാതെ മറ്റാർക്ക് കഴിയും? കടലിൽ ഏത് തിരമാലയിലും നീന്തിക്കടക്കുവാൻ പ്രാപ്തിയുള്ള ഫറവോൻ സൈന്യത്തെ ഒരാൾ പോലും രക്ഷപ്പെടുവാൻ അനുവദിക്കാതെ മുക്കിക്കളയുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞു. ശൂർ മരുഭൂമിയിൽ നീരുറവയെ തുറക്കുവാനും വിശന്നപ്പോൾ മന്ന പൊഴിക്കുവാനും ദൈവത്തിന് കഴിഞ്ഞു. അബ്രഹാം 3 പുരുഷന്മാർക്ക് 3 ഇടങ്ങഴി മാവ് കൊണ്ട് അപ്പമുണ്ടാക്കി കൊടുത്തു. ഓരോ പുരുഷനും ഓരോ ഇടങ്ങഴി വീതം. ദൈവം ദാനമായി മന്ന പൊഴിച്ചപ്പോൾ ഓരോരുത്തരോടും ഓരോ ഇടങ്ങഴി വീതം എടുത്തുകൊള്ളുവാൻ പറഞ്ഞു. അബ്രഹാം ഭൂമിയിലെ അപ്പം നൽകിയപ്പോൾ ദൈവം സ്വർഗത്തിലെ മന്ന നൽകി. അബ്രഹാം കാളയെ കൊന്ന് പാകം ചെയ്ത് അളവില്ലാതെ ദൈവപുരുഷന്മാർക്ക് നൽകിയപ്പോൾ ഇസ്രായേൽ ജനത്തിന് അളവില്ലാതെ ദൈവം കാടപ്പക്ഷികളെ നൽകി. തേനും പാലും ഒഴുകുന്ന കനാൻ നാട് നൽകി. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന് സകലവും സാധ്യമാണ്. യഹോവയുടെ യാഗപീഠത്തിൽ എന്നും നമുക്ക് വസിക്കാം. പ്രതിസന്ധികൾ എന്നും വരട്ടെ, എന്നും എപ്പോഴും നമുക്ക് പറയാം, യഹോവയാൽ കഴിയാത്ത
വല്ല കാര്യവും ഉണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.